സോപാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പലർക്കും അറിയില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സോപാനം എന്ന് പറയുമ്പോൾ ചവിട്ടുപടി, ശ്രേഷ്ഠമായ സ്ഥലത്തേക്കുള്ള ചവിട്ടുപടിക്കാണ് സോപാനം എന്ന് പറയുക. അപ്പോൾ അതിന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എവിടെയാണ്? ക്ഷേത്രത്തിലാണ്. ക്ഷേത്ര ശ്രീകോവിലിൻ്റെ മുന്നിലുള്ള ആ പടികളുണ്ടല്ലോ, പടിക്കെട്ടുകൾ, അതെങ്ങനെയാണ്? മനോഹരമായ കൊത്തുപണികളോട് കൂടി വ്യാളിമുഖത്തോടു കൂടി, വ്യാളിമുഖത്തിൻ്റെ വായിൽ നിന്നും വരുന്ന വിധത്തിലാണ് അതുണ്ടാവുക. വ്യാളിമുഖത്തോടു കൂടി മനോഹരമായ കൊത്തുപണികളോട് കൂടി ഉണ്ടാക്കിയിട്ടുള്ള പടിക്കെട്ടുകളാണ്, സ്റ്റെപ്പുകളാണ് സോപാനം എന്ന് പറയുന്നത്. രണ്ട് തരത്തിലാണ് സോപാനങ്ങൾ നമുക്ക് കാണാൻ കഴിയുക. ഒന്ന് വെച്ചാൽ നമ്മൾ നേരെ തന്നെ അങ്ങോട്ട് കയറിപ്പോകാൻ പറ്റുന്ന വിധത്തിൽ, മറ്റൊന്ന് ഇരുവശങ്ങളിലൂടെ കയറിപ്പോകാൻ പറ്റുന്ന വിധത്തിൽ. ഇപ്പോൾ ഗുരുവായൂരൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഉണ്ടാവുക. ഗുരുവായൂർ എന്നല്ല, നിരവധി ക്ഷേത്രങ്ങളിൽ ഇരുവശങ്ങളിലൂടെ ഇങ്ങനെ കയറിയിട്ട് പിന്നെ നേരെ ശ്രീകോവിലിൻ്റെ അകത്തേക്ക് കയറാനുള്ള സംവിധാനം. അപ്പോൾ ആ ഇതിനെയാണ് സോപാനം എന്ന് പറയുന്നത്. ക്ഷേത്രത്തിൽ നമ്മൾ ആ സോപാനത്തിൻ്റെ താഴെ നിന്നിട്ടാണ് നമ്മൾ തൊഴുന്നതൊക്കെ. എന്നാൽ തളിപ്പറമ്പ ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിൽ ആ സോപാനത്തിൻ്റെ മുകളിലോട്ട് ഓരോ പടിക്കെട്ടുകളും കയറി ശ്രീകോവിലിൻ്റെ അകത്തേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള പടിക്കെട്ട് വരെ നമ്മൾക്ക് ഭക്തന്മാർക്ക് കയറാം. എന്നിട്ടോ ആ തൃപ്പടിയുടെ മുകളിൽ നമ്മുടെ വഴിപാട് സമർപ്പിക്കുവാനുള്ള ഒരു സ്ഥലമാണ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിൽ കാണാൻ കഴിയുന്നത്. അവിടെ നേരെയുള്ള സോപാനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇരുവശങ്ങളിൽ കയറാൻ പറ്റുന്ന സോപാനം വേറെയുണ്ട്. നടയടച്ചു കഴിഞ്ഞാൽ, പൂജക്കോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടി നടയടച്ചു കഴിഞ്ഞാൽ ആ സോപാനത്തിൻ്റെ അരികിൽ നിന്നുകൊണ്ട് ഇടക്ക കൊട്ടി പാട്ട് പാടാറുണ്ട്. അതിനെയാണ് സോപാന സംഗീതം എന്ന് പറയുന്നത്. അപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്ന ആൾക്കാർ കൃത്യമായിട്ട് ഈ സോപാനത്തിൻ്റെ പവിത്രത മനസ്സിലാക്കിക്കൊണ്ട് വേണം അവിടെ നിന്ന് തൊഴാൻ വേണ്ടിയിട്ട്.